ഒരിക്കലും നന്നാവില്ലെന്ന് അധ്യാപകർ വിധിയെഴുതിയ കുട്ടി പിന്നീട് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു. അതെ, വേറെ ആരുമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ. തടിച്ച ശരീരവും വലിയ തലയുമായി ജനിച്ച കുഞ്ഞ്, അതായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥയുടെ തുടക്കം. അതുകൊണ്ട് തന്നെ ആർക്കും ആ കുട്ടിയിൽ വലിയ പ്രതീക്ഷയൊന്നുമുണ്ടായിരുന്നില്ല. നല്ലതുപോലെ സംസാരിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടും സംസാരിക്കാത്ത കുട്ടി. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പോലും ആശങ്കയേറെയായിരുന്നു. ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിച്ച ആ കുട്ടിയെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ഏത് ചോദ്യത്തിനും വളരെ താമസിച്ച് മാത്രം ഉത്തരം പറയുന്ന ഒരു സ്വഭാവമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. ആയതിനാൽ തൻ്റെ സ്കൂൾ ജീവിതം വളരെ പ്രയാസകരമായിരുന്നു. അധ്യാപകരുടെ ചോദ്യങ്ങൾ വളരെ പ്രയാസപ്പെട്ട് മാത്രമായിരുന്നു ആ കുട്ടിയുടെ മറുപടി. പാഠപുസ്തകങ്ങൾ കാണാപ്പാഠം പഠിക്കുന്ന ആ രീതിയെ അവൻ എതിർത്തു. ജർമ്മൻ സ്കൂളുകളിലെ ഇത്തരത്തിലുള്ള അച്ചടക്ക രീതിയും പഠന രീതികളും ആ കുട്ടിക്ക് ഒരിക്കലും താങ്ങാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കിടയിൽ ആ അഹങ്കാരി എന്ന പേരായിരുന്നു ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം തൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള വടക്കുനോക്കി യന്ത്രം ഐൻസ്റ്റീൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തുകൊണ്ടാണ് എപ്പോഴും അതിൻ്റെ സൂചി വലത്തോട്ട് മാത്രം നിൽക്കുന്നത് എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഐൻസ്റ്റീൻ്റെ ജീവിതത്തിലെ ആദ്യ ശാസ്ത്ര നിരീക്ഷണമായിരുന്നു ഇത്. അങ്ങനെ തൻ്റെ 12-ാം വയസ്സ് മുതൽ സ്വയം കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കുവാൻ തുടങ്ങി. തൻ്റെ 16-ാം വയസ്സിൽ ആദ്യ സയൻറ്റിഫിക് പേപ്പർ ആ കുട്ടി പ്രസിദ്ധീകരിച്ചു. തൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടമൊന്നും ഐൻസ്റ്റീന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളിൽ കയറാതെ ഒറ്റയ്ക്കിരുന്ന് കാര്യങ്ങൾ ചിന്തിച്ചും എഴുതിയും സമയം കളഞ്ഞു. മാർക്കും അറ്റൻഡൻസും കുറവായതുകൊണ്ട് തന്നെ ആരും അവന് ജോലിക്കുള്ള ഒരു ശുപാർശയും ചെയ്തു കൊടുത്തിരുന്നില്ല. ബിരുദം കഴിഞ്ഞിട്ടും ഒരു ജോലിയും കിട്ടാതെ ഒരുപാട് നാൾ അലഞ്ഞു നടന്നു. എന്നാൽ പിന്നീട് ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി എക്സാം എഴുതി. എന്നാൽ പരാജയമായിരുന്നു ഫലം. എന്നാൽ ഒരു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ആ പരീക്ഷ എഴുതിയെടുക്കുന്നു. ഈ സമയങ്ങളിലെല്ലാം ദാരിദ്ര്യത്തിലൂടെയായിരുന്നു കടന്നുപോക്ക്. എന്നാൽ അപ്പോഴേക്കും അവന് മനസ്സിലായിരുന്നു ഫിസിക്സാണ് അവൻ്റെ ഭാവിയെന്ന്. അങ്ങനെ പല നിരീക്ഷണങ്ങൾ ചെയ്ത് അത് പല സയൻറ്റിസ്റ്റുകൾക്കും അയച്ചു കൊടുക്കുന്നു. ജോലിയായിരുന്നു പ്രധാന ലക്ഷ്യം. കാര്യമായി ഒരവസരങ്ങളും അവനെ തേടി വന്നില്ല. അങ്ങനെ വളരെ കുറഞ്ഞ വേതനത്തിൽ സ്വിറ്റ്സർലൻഡിൽ ക്ലർക്കായി ഐൻസ്റ്റീൻ ജോലിക്ക് കയറി. 3 വർഷം സ്വയം കാര്യങ്ങൾ പഠിച്ച് തള്ളി നീക്കുന്നു. 1905 ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ച 4 പ്രബന്ധങ്ങൾ തയ്യാറാക്കി അയാൾ ലോകത്തെ ഞെട്ടിച്ചു. 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നു. തന്നെ കൊണ്ടാവുന്നതെല്ലാം തന്നെ അദ്ദേഹം ശാസ്ത്രലോകത്തിനായി ചെയ്തു കൊടുക്കുന്നു. അതെ, തോറ്റു എന്ന് പറഞ്ഞ് ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് ഒരു മാതൃകയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്